ബൊളീവിയയുടെ ഭരണസിരാ കേന്ദ്രമായ ലാപാസ് ആഘോഷ ലഹരിയിലാണ് 40 ദിവസം നീണ്ടു നിൽക്കുന്ന ലാപാസ് കാർണിവലിന് തുടക്കമായിരിക്കുന്നു. ആധുനികതയും പുരാതന ആൻഡ്യൻ പാരമ്പര്യങ്ങളും ഒത്തുചേരുന്ന ലാപാസ് കാർണിവൽ വിശേഷങ്ങൾ കാണാം. ജനുവരി 18 ആരംഭിച്ച് 40 ദിവസം നീണ്ടുനിൽക്കുന്ന ലാപാസ് കാർണിവൽ അവസാനിക്കുന്നതുവരെ ബൊളീവിയയുടെ തിരുവോരങ്ങളിൽ ആഘോഷങ്ങൾ നിലയ്ക്കില്ല. യുനെസ്കോയുടെ പട്ടികയിൽ ഇടം പിടിച്ച ഈ ആഘോഷത്തിന്റെ പ്രധാന ആകർഷണം ഡയാബ്ലാദ അഥവാ പിശാചുക്കളുടെ നൃത്തമാണ്. പരമ്പരാഗത വസ്ത്രങ്ങൾ അണിഞ്ഞ ആയിരക്കണക്കിന് നർത്തകരും സംഗീതജ്ഞരും നഗരവീഥികളെ കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു. കാർണിവലിലെ പ്രധാന ചടങ്ങാണ് പെപിനോ എന്ന ജോക്കർ കഥാപാത്രത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. ഡെസൻഡിയറോ ദെൽ പെപിനോ എന്നാണ് ഈ ചടങ്ങ് അറിയപ്പെടുന്നത്. പാരമ്പര്യ വസ്ത്രങ്ങൾ അണിഞ്ഞ പ്രദേശവാസികൾ പെപിനോയുടെ ശവപ്പെട്ടി ചുമന്ന് തെരുവ് വീതിയിലൂടെ നടക്കും. ശേഷം 3 പ്രദേശങ്ങളിലെ സൗന്ദര്യ റാണിമാർ പെപിനോയെ ചുംബനങ്ങളിലൂടെ ഉണർത്താൻ ശ്രമിക്കും. കാണികളുടെ ആർപ്പുവിളിയോടെ പെപിനോ ഉയർത്തെഴുന്നേൽക്കും. യൂറോപ്യൻ കത്തോലിക്ക പാരമ്പര്യത്തോടൊപ്പം കാലക്രമേണ ആൻഡ്യൻ സംസ്കാരം സംയോജിപ്പിച്ചാണ് നിലവിലെ ലാപാസ് കാർണിവൽ രൂപം കൊണ്ടത്. ആയിരക്കണക്കിന് സംഗീതജ്ഞരും നർത്തകരും പങ്കെടുക്കുന്ന ഉത്സവത്തിൽ സാംസ്കാരിക പൈതൃകത്തിന്റെ മനോഹരമായ പ്രദർശനങ്ങളും നടക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.